ഷൈൻ ടോം ചാക്കോയുടെ സഹോദരന്റെ പ്രതികരണമാണ് വരുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനാണ് ഉള്ളത്. സഹോദരന്റെ പ്രതികരണം എന്താകും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ ഓടിയതിനെ കുറിച്ച് അന്ന് ചോദിച്ചപ്പോൾ, ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സഹോദരൻ പ്രതികരിച്ചത് റൺ കൊച്ചി റൺ, ഇങ്ങനെ ഓടിയതുകൊണ്ട് എന്താണ് കുഴപ്പം, റൺ കൊച്ചി റണ്ണിൻ്റെ ഭാഗമായി ഓടിയതാണെന്ന് കരുതിയാൽ മതി. ആ രീതിയിലായിരുന്നു അന്ന് വന്ന പ്രതികരണങ്ങൾ. അതുപോലെ പിതാവാണെങ്കിലും ആ രീതിയിൽ തന്നെ പ്രതികരിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പരിഭ്രാന്തിയിലാണ് അച്ഛനും സഹോദരനും എല്ലാവരും തന്നെ. അവർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പിതാവ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയിരിക്കുന്നു. പക്ഷേ ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ മനോമിത്ര അവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് കൊച്ചിയിൽ ഒരു ലഹരി ഇടപാട് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സജീറുമായിട്ട് ഷൈൻ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നു? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈൻ്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ ചോദിച്ചിട്ട് തരാറില്ല. ഒന്നുമില്ല. എല്ലാവരോടും വളരെ ലാഘവത്തോടെയാണ് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോൺ ചാക്കോ പ്രതികരിക്കുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ നിങ്ങൾ പോകാറില്ലേ എന്നാണ് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുന്നത്. ഒപ്പം സജീറുമായുള്ള ലഹരി ഇടപാട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് സജീർ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. പണമിടപാട് സംബന്ധിച്ചും പരിഹാസത്തോടെയാണ് സഹോദരൻ മറുപടി പറയുന്നത്. അല്പസമയം മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവും സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറഞ്ഞത് കുറേ ഓലപ്പാമ്പുകൾ കണ്ടതാണ്, അതുകൊണ്ടൊന്നും പേടിക്കില്ല, കേസെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പിതാവും സഹോദരനും സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും, പക്ഷേ കുരുക്ക് മുറുകുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ബന്ധങ്ങൾ വലിയ രീതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അല്പസമയം മുമ്പ് വന്ന മൊഴികളിൽ നിന്ന് മനസ്സിലാകുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയുമായി ബന്ധമുണ്ട്. ഒപ്പം താൻ രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ പലതവണ പോയിട്ടുണ്ട്. അതിനർത്ഥം ലഹരിയിൽ അഡിക്റ്റഡ് ആണ് ഷൈൻ ടോം ചാക്കോ. നിലവിൽ ജാമ്യം ലഭിച്ചാൽ പോലും ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോകില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള കുരുക്കുകളെല്ലാം കൃത്യമായി കേരള പോലീസ് ഇട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ നിന്ന് ഈസിയായി ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറത്തു വരാനാകില്ല എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്.